നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു ചെറിയൊരു സംശയമാണ് ബാങ്ക് എഫ് ഡി നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ. ബാങ്ക് എഫ് ഡിയുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള സംശയങ്ങളുള്ള ആൾക്കാർ ആ വീഡിയോസ് ഒന്ന് കാണുക. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ബാങ്ക് എഫ് ഡിയേക്കാൾ സുരക്ഷിതമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ കയ്യിൽ എഫ് ഡി ഇടുന്നത് അത്യാവശ്യം കയ്യിൽ ഒരു ലംസം ക്യാഷ് ഉള്ളപ്പോൾ അതിൽ നിന്നൊരു നിശ്ചിത വരുമാനം എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന ഒരു കാശുണ്ടെങ്കിൽ ആ ഒരു കാശ്, അല്ലെങ്കിൽ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് മതിയാക്കി വരുന്നതിന് മുന്നേ അത്യാവശ്യം അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ ഒരു ഫലം എന്നുള്ള രീതിയിൽ കിട്ടിയ ഒരു ലംസം എമൗണ്ട്, അല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടുന്ന കാശുകൾ, അതല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന ചിലപ്പോൾ ചില വരുമാനങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വരുമാനങ്ങൾ, ലോട്ടറി അടിച്ച വരുമാനം, ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു ലംസം കോർപ്പസ് എമൗണ്ട് വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ എഫ് ഡിയെ പറ്റി ചിന്തിക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എഫ് ഡിയേക്കാൾ കൂടുതൽ സാധ്യതയുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് SWP എന്ന് പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ്. നമുക്ക് അതെന്താണെന്നറിയാം. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതും എഫ് ഡിയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ് ഇവിടെ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നൊരു നിശ്ചിത വരുമാനം നമുക്ക് തിരിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ്. സാധാരണയായിട്ട് 0.7 മുതൽ 0.8% ഓഫ് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ എമൗണ്ടാണ് സാധാരണയായിട്ട് നമുക്ക് ഈ പറയുന്ന സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ മുഖാന്തരം കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മളൊരു കണക്ക് നമുക്കൊന്ന് എടുക്കാം. നമ്മൾ ഇന്ന് ഒരു എഫ് ഡി ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ മുതിരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട് എന്ന് കൂട്ടുക. ഈ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ 1 കോടി രൂപ എക്സാമ്പിൾ പറയണത്? ഞാനൊരു കണക്ക് എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് 1 കോടി എന്ന് പറഞ്ഞൊരു സംഖ്യ പറയണത്. 1 കോടി രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എഫ് ഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതത്വം മറന്നേക്കൂ. അത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 കോടി രൂപ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല, എഫ് ഡി ആണെങ്കിൽ പോലും. എന്നിരുന്നാൽ പോലും നമ്മളതിനെ സുരക്ഷിതമായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 7 ലക്ഷം രൂപ, ഒരു 6.25 ലക്ഷം മുതൽ ഒരു 7.25 ലക്ഷം രൂപ വരെയുള്ള ഒരു സംഖ്യ നമുക്ക് ഒരു വർഷം കൊണ്ട് പലിശയായിട്ട് ഇൻട്രസ്റ്റ് എന്ന പേരിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി നേരെ മറിച്ച് അതിൻ്റെ കൂടെ വേറെ ഒരു അപ്രീസിയേഷനും ആ 1 കോടിക്ക് സംഭവിക്കുന്നില്ല. അതായത് ആ 1 കോടിയായി തന്നെ അവിടെ നിൽക്കുന്നു. ഏകദേശം 6.25 മുതൽ ഒരു 7 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ ഒരു 7.25 ലക്ഷം രൂപ വരെ നമുക്ക് വാർഷികം ആയിട്ട് കിട്ടുന്നു. ഇനി നിങ്ങൾ അതേ സംഭവം, അതേ 1 കോടി രൂപ നിങ്ങൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് SWP എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ കൊണ്ടുവരികയാണെന്ന് കൂട്ടുക. നമുക്ക് 0.8% ആണ് നമ്മൾ ചൂസ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ഒരു 80,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. 9.6% അവിടെ കിട്ടുന്ന വാർഷികത്തിൽ നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 9,60,000 രൂപ. നേരത്തെ പറഞ്ഞ കേസിൽ 7,25,000 രൂപയിൽ തീരുന്ന ഒരു സംഭവത്തിനെ 9,60,000 നമ്മൾ എസ്കലേറ്റ് ചെയ്തു എന്ന് പറയാം. തീർന്നിട്ടില്ല. ഈ 1 കോടി രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 12-13% എങ്ങനെയും കിട്ടുന്ന പല പ്ലാൻസും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. സോ ഒരു 13% റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള, അതായത് 13-ൽ നിന്ന് 9.6% കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് എന്താ സംഭവിക്കാമെന്നറിയോ? നിങ്ങളുടെ ഈ 1 കോടിയുടെ കൂടെ അപ്രീസിയേഷനായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഒരു 10-12 വർഷം നിങ്ങൾ കാത്തു നിന്നാൽ ചുരുങ്ങിയത് ഒരു 60 ലക്ഷം രൂപയിലേക്ക് നിങ്ങളെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ വളർത്താൻ, അതായത് ഈ കിട്ടുന്ന വരുമാനം മുഴുവൻ വാങ്ങിക്കൊണ്ട്, അതായത് 80,000 രൂപ മന്ത്ലി വാങ്ങിക്കൊണ്ടിരിക്കെ തന്നെ ഒരു 60 ലക്ഷം രൂപയോളം നമ്മുടെ ഈ 1 കോടിനെ വളർത്താൻ ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റും 60% എക്സ്ട്രാ നമുക്കൊരു വരുമാനം തരാൻ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അതായത് 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1 കോടി 60 ലക്ഷം രൂപ ആയിരിക്കുകയും ചെയ്യും. മറ്റേ സ്ഥലത്ത് 7.25 ലക്ഷം രൂപയാണ് മാക്സിമം കിട്ടുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ 9,60,000 രൂപയോളം നമുക്ക് വർഷത്തിൽ പിൻവലിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ ഈ പറയുന്ന ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എഫ് ഡി എന്ന് പറയുന്ന ഒരു മേഖല മാത്രം നമ്മൾ ചൂസ് ചെയ്യണത്? കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സംഖ്യ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാശിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയത് കൊണ്ടല്ലേ. സോ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ, മനസ്സിലാക്കാൻ സഹായിക്കാൻ ഈ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.